വയനാടിനെ തൊട്ടറിഞ്ഞ് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. മലയാളത്തിലാണ് പ്രിയങ്ക ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തത്. പൊള്ളുന്ന ചൂടിലും വലിയ ജനക്കൂട്ടമാണ് പ്രിയങ്കയുടെ യോഗങ്ങൾക്ക് എത്തിച്ചേർന്നത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. My dearest sisters and brothers, thank you very much for being here today, for waiting for me and for standing here, especially my sisters. I know it was warm today also. You've been sitting and waiting. Thank you. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ വന്നതിനും എനിക്ക് വേണ്ടി കാത്തു നിന്നതിനും ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്കറിയാം, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരോട് ഇന്ന് ചൂടുള്ള ദിവസമാണെന്നറിയാം. എന്നിട്ടും നിങ്ങൾ ഇവിടെ വന്നതിനും നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. Everywhere I am going, you are receiving me with love, with affection. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടിയാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നത്. I get late sometimes because everybody is standing on the road. People are waiting for me, and I can't tell you how grateful I feel for the kind of affection that you are showing me. ഞാൻ ചില സമയത്ത് യോഗങ്ങളിൽ വരാൻ താമസിച്ചു പോകും. കാരണം ഞാൻ വരുന്ന വഴിയിലെല്ലാം ആളുകൾ എന്നെ കാത്തു നിൽക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയണം, നിങ്ങൾ നൽകുന്ന ഈ സ്നേഹത്തിന് ഞാൻ എത്രമാത്രം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. I know that the reason you are here is because you have a deep bond of love and of respect with my brother. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നു നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എൻ്റെ സഹോദരനുമായിട്ട് വളരെ ആഴത്തിലുള്ള സ്നേഹം നിറഞ്ഞ, ബഹുമാനം നിറഞ്ഞ ഒരു ബന്ധമുണ്ട്. He also loves you very much. എൻ്റെ സഹോദരൻ അദ്ദേഹവും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. He was not happy to leave Wayanad. വയനാട്ടിൽ നിന്ന് പോകാൻ എൻ്റെ സഹോദരന് ഒട്ടും സന്തോഷമില്ലായിരുന്നു. But I think he's happy that I am here now to represent the UDF. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ പോയപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങളെ പ്രതികരിക്കാൻ ഞാനുള്ളതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. Because he knows that I will work hard for you. കാരണം അദ്ദേഹത്തിന് അറിയാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. And I will fight for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്ന് അദ്ദേഹത്തിന് അറിയാം. So sisters and brothers, this bond between my brother and you became very strong when you recognized that he was fighting for the truth. He was fighting for what is right, and you supported him at a time when most of the world was turning its back on him. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളും എൻ്റെ സഹോദരൻ തമ്മിലുള്ള ബന്ധം ആഴമേറിയത്, ശക്തമേറിയതായത് എപ്പോഴാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. അദ്ദേഹം എന്താണോ ശരിയാണ് എന്ന് അദ്ദേഹം പോരാടുന്നത് എന്തിനു വേണ്ടി? നിങ്ങൾ മുഴുവൻ ലോകവും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായത്. And it was you, your love, that gave him the strength and courage to walk from Kanyakumari to Kashmir and Manipur to Mumbai in the name of peace, in the name of love and unity. സമാധാനത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിൽ നിന്ന് വരെ നടക്കാനും, അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന്, മണിപ്പൂരിൽ നിന്ന് ബോംബെയിൽ വരെ യാത്ര ചെയ്യാനും എൻ്റെ സഹോദരന് വേണ്ട ധൈര്യം നൽകിയത് നിങ്ങളുടെ സ്നേഹമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. For the last 10 years in our country, the kind of politics that we have seen has been very sad and shameful. നിങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെയധികം ലജ്ജയുണ്ടാക്കുന്നതും നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്നതുമായ ഒന്നാണ്. The politics of the BJP is designed only to stay in power by any means. ഏത് വിധേനയും അധികാരത്തിലിരിക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ് BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. There is no focus on your actual needs. നിങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണോ അതിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം. It's so evident during election time. അത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ അത് വളരെ പ്രകടമാണ്. Where every leader of the BJP is only speaking about spreading fear, spreading mistrust and hatred. ബിജെപിയുടെ ഓരോ രാഷ്ട്രീയ നേതാവും ജനങ്ങൾക്കിടയിൽ ഭയം, ജനങ്ങൾക്കിടയിൽ വിദ്വേഷം, ജനങ്ങൾക്കിടയിൽ അവിശ്വാസം ഇത് വളർത്തുന്നതിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. Instead of discussing the
things that really matter to you. ജനങ്ങൾക്ക് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരമാണ് അവരിത് ചെയ്യുന്നത്. Today unemployment is highest in the country than it ever was for 45 years. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. My sisters, you know how much prices of every single thing have risen. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് ഓരോ വസ്തുവിന്റെയും വില എത്രമാത്രം കൂടിയിട്ടുണ്ടെന്ന്. You go to the market to buy something, there's a festival, you want to celebrate. You leave half the things that you thought of buying and come back home. നിങ്ങൾ കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കണം, നിങ്ങൾക്കൊരു ആഘോഷം വരുന്നു, നിങ്ങൾക്ക് ആഘോഷിക്കണം, ഉത്സവം വരും. പക്ഷെ നിങ്ങൾക്ക് ഈ വില കാരണം നിങ്ങൾ പകുതി സാധനങ്ങൾ എന്താണോ വാങ്ങാൻ ഉദ്ദേശിച്ചത് അത് വാങ്ങാതെ നിങ്ങൾ തിരിച്ചു വരും. Life is not easy for you today. നിങ്ങൾക്ക് ഇന്ന് ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് എളുപ്പമല്ല. It never was. But the work that the government should do to support you to have a stronger life, to be able to build a stronger future, to be able to face difficulties is not being done. കാരണം ജീവിതം ഒരിക്കലും എളുപ്പമായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ജീവിതം മെച്ചപ്പെട്ടതാകാൻ, കുറച്ചുകൂടെ കരുത്തുള്ള മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് നൽകേണ്ട പിന്തുണ നൽകാൻ ഗവൺമെന്റുകൾക്ക് ഇന്ന് സാധിക്കുന്നില്ല. Just the basic fact that agriculture is the backbone of our whole country's economy. നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കൃഷിയാണ് എന്നതൊരു അടിസ്ഥാന വസ്തുതയാണ്. And used to be a great provider of jobs and employment. കൃഷി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകാൻ പറ്റുന്ന ഒരു മേഖലയാവണം. Yet today every farmer is crying. പക്ഷേ ഇന്ന് നമ്മുടെ ഓരോ കർഷകരും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. He doesn't get the right price for his crops. കാരണം വിളകൾക്ക് കൃത്യമായിട്ടുള്ള വില നമ്മുടെ കർഷകർക്ക് ലഭിക്കുന്നില്ല. This morning I was talking to a family of 4 brothers. ഞാൻ ഇന്ന് രാവിലെ ഒരു 4 സഹോദരരുടെ ഒരു കുടുംബത്തോട് ഞാൻ ഇന്ന് സംസാരിക്കുകയായിരുന്നു. They grow banana, coffee, pepper, cinnamon, അവര് വാഴ കൃഷി നടത്തുന്നു, ഇഞ്ചി കൃഷി, കറുവാപ്പട്ട കൃഷി, കുരുമുളക് കൃഷി, കാപ്പി കൃഷി ഒക്കെയാണ് അവർ നടത്തുന്നത്. They told me they don't see a future. അവരെന്നോട് പറയാണ്, ഞങ്ങൾക്കൊരു ഭാവി കാണാനേ പറ്റുന്നില്ല. One of them wants to sell his land and move. അതിൽ ഒരാൾക്ക് അയാളുടെ ഭൂമി വിറ്റിട്ട് വേറെ എവിടോട്ടെങ്കിലും പോയി താമസിക്കണമെന്നാണ് പറയുന്നത്. Neither are they getting the right price for their crops. അവരുടെ വിളകൾക്ക് അവർക്ക് കൃത്യമായ പൈസ വില കിട്ടുന്നില്ല. Nor do they get compensation when their crops get destroyed by rain. മഴ വന്ന് വിളനാശം സംഭവിക്കുമ്പോൾ കർഷകർക്ക് വേണ്ട നഷ്ടപരിഹാരവും ഇവിടെ കിട്ടുന്നില്ല. Nor do they get any support and help when monkeys and other animals come and destroy their crops. കുരങ്ങുകളും അതുപോലെ മറ്റു വന്യമൃഗങ്ങളും വന്ന് അവരുടെ വിളകളെ നശിപ്പിക്കുമ്പോൾ അവർക്ക് യാതൊരു പിന്തുണയും ഇവിടെ കിട്ടുന്നില്ല. On top of that they have to pay taxes on everything. അത് മാത്രമല്ല അതിലും മുകളിലായിട്ട് അവർക്ക് എല്ലാത്തിലും നികുതി അടയ്ക്കേണ്ടി വരികയാണ്. With so much potential here in Wayanad, such beautiful crops, as I said, like coffee, rubber, banana, areca, you still have no hope for the future. ഇവിടെ ഇത്രയും സാധ്യതകൾ ഈ നാട്ടിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കാപ്പി കൃഷിയുണ്ട്, അടയ്ക്ക കൃഷിയുണ്ട്, വാഴ കൃഷിയൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഭാവി കാണാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. 16 lakh crore rupees are waived for the biggest businessmen. Not 1 rupee of loans is waived for you. ഈ രാജ്യത്തെ ആദ്യ സമ്പന്നരായ വ്യവസായികൾക്ക് വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ കടങ്ങളാണ് എഴുതി തള്ളുന്നത്. എന്നാൽ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി ഒരു രൂപ പോലും ഈ ഗവൺമെന്റ് എഴുതി തള്ളുന്നില്ല. Yesterday I met some representatives of small businesses. ഞാൻ ഇന്നലെ ചെറിയ കച്ചവടക്കാരുടെ പ്രതിനിധികളായ ചെറിയ വ്യവസായികളായ കുറച്ചുപേരെ കണ്ടു. Here, like these shops like Shahana over here and the other shops I can see Gauri nylons over here. ഇവിടെ ഇതുപോലെ ഷഹാന എന്ന് പറഞ്ഞ businesses like yours. ഗൗരി നൈലോൺ എന്ന് പറയുന്ന കടയുണ്ട്. അതുപോലത്തെ ആളുകളെ കണ്ടു. And shockingly they told me that not only are they paying GST on 100 different things, but now they also have to pay GST on rent. അത് മാത്രമല്ല എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞ എന്താണെന്നറിയോ, 100 കണക്കിന് കാര്യങ്ങൾ അവർക്ക് GST കൊടുക്കണം, ചരക്ക് സേവന നികുതി. അത് മാത്രമല്ല ഇപ്പൊ വാടക കൊടുക്കുന്നതിലും അവർക്ക് GST കൊടുക്കണമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. They looked at me, they said, how are we going to earn anything? അവരെന്നോട് ചോദിച്ചിട്ട് പറയാം, എങ്ങനെയാണ് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കാൻ പോകുന്നത്? What future do we have? ഞങ്ങൾക്ക് എന്ത് ഭാവിയാണുള്ളത്? And the same way, from every single sector all I hear is pain, suffering, problems. അങ്ങനെ അതേ അർത്ഥത്തിൽ ഞാൻ എല്ലാവരിൽ നിന്നും ഏത് മേഖലയിൽപ്പെട്ട ആളുകളിൽ നിന്നും ഞാൻ കേൾക്കുന്നത് അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്, അവരുടെ വേദനയെ കുറിച്ചാണ്. If you had employment opportunities here,
So many of you would not have to migrate and go to different countries to earn a living. നിങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിനുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ചെയ്ത് ജീവിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. If you had the right education facilities, you wouldn't have to leave here to go and study for your higher education. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. If a government was truly working for you, there would not be delays in your social security pensions. നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നതിൽ ഒരു താമസവും ഉണ്ടാകുമായിരുന്നില്ല. ശരിക്കും ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ. Or in SC/ST scholarships. അതുപോലെ തന്നെ നിങ്ങൾക്ക് SC/ST സ്കോളർഷിപ്പിന്റെ കാര്യത്തിലും there would be proper support for you in every sphere. നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും കൃത്യമായ പിന്തുണ ലഭിക്കേണ്ട ആവശ്യമുണ്ട്. These needs are very basic needs. ഈ പറയുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. Everywhere I go in Upper Wayanad, they say medical college, medical college. It's a basic need. ഞാൻ എവിടെ വയനാട്ടിൽ മുകളിൽ പോകുന്നു അവിടെ എല്ലാ ആളുകൾ പറയും മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജ്. സത്യം പറഞ്ഞാൽ അതൊരു അടിസ്ഥാന ആവശ്യമാണ് മനുഷ്യരുടെ. Today a journalist asked me, why is there no medical college? I said, I don't understand why. ഇന്ന് എന്നോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തത്. ഞാൻ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അത് ഇല്ലാത്തതെന്ന്. I don't understand why there are not basic health facilities over here. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. Because it's not a political issue. കാരണം ഇതെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. Just like compensation for the disaster that happened here is not a political issue. അതുപോലെ ഇവിടെ നടന്ന ഒരു ദുരന്തത്തിൽ അതിജീവിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. It should not matter who is in power. ആര് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. When an issue like this is faced, when there is a tragedy of this scale, where hundreds of people have been washed away, whole families have been washed away, whole businesses, whole houses have gone, nobody should be playing politics with it. ഇവിടെ ഇത്രയും വ്യാപ്തിയുള്ള ഇത്ര വലിയ ഒരു ദുരന്തം നടന്നപ്പോ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ ഒരുപാട് ജീവനോപാധികൾ നഷ്ടപ്പെട്ടപ്പോ ബിസിനസ്സുകൾ ഇല്ലാതായപ്പോ വീടുകൾ ഇല്ലാതായപ്പോ ആളുകൾ ഇവിടെ ഒരിക്കലും ഇതിൽ രാഷ്ട്രീയം കളിക്കരുത്. Health facilities, education facilities, jobs, this is your right. It's not a favor any government is doing for you. ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. അത് ഒരു ഗവൺമെന്റും നിങ്ങൾക്ക് നൽകുന്ന ഔദാര്യമാകരുത്. These are your rights, and in a democracy there's nothing greater than the rights of the people. ഇതെല്ലാം നിങ്ങളുടെ അവകാശങ്ങളാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ അവകാശങ്ങളെക്കാൾ വലുതായി മറ്റൊന്നുമില്ല. If so many of you are having to migrate and go abroad, then the facilities they get here, the families get here, the ability to travel, transport, connectivity should be provided. നിങ്ങൾ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഫാമിലികൾ, കുടുംബങ്ങൾക്ക് കൂടുതൽ യാത്ര ചെയ്യാനുള്ള, പരസ്പരം ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്, സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. Support for those migrants who return should be provided to you. തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അവർക്ക് വേണ്ട പിന്തുണ ഇവിടെ നൽകിയിരിക്കണം. You have so much natural beauty in Wayanad. ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രകൃതി സൗന്ദര്യമുള്ള ഒരു നാടാണ് നിങ്ങളുടേത്. Better potential for tourism than so many countries I have been to. ഈ ഞാൻ പോയിട്ടുള്ള പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ അതിലൊക്കെ വിനോദസഞ്ചാര മേഖലയിൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത്. And yet not enough focus and push on tourism over here. എന്നിട്ടും ആവശ്യത്തിന് വേണ്ട ശ്രദ്ധയും പിന്തുണയും ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. Even festivals like the Chaliyar Jalotsavam, അതുപോലെ നിങ്ങളുടെ ചാലിയാർ ജലോത്സവം പോലെയുള്ള ആഘോഷങ്ങൾ, or even Chaliyar itself to be developed as a tourism spot. ചാലിയാർ തന്നെ ഒരു ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് നമുക്ക് വളർത്തി വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. All this could help. ഇതെല്ലാം നിങ്ങളെ സഹായിക്കും. Young children here who are interested in sport, I see them everywhere playing soccer. ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുട്ടികളുണ്ട്, സ്പോർട്സിലെ കായിക വിനോദത്തിൽ ഒരുപാട് താല്പര്യമുള്ള. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ കാണുന്നുണ്ട്. My son plays soccer. എന്റെ So I am used to seeing many soccer matches.
എന്റെ മോൻ ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ഫുട്ബോൾ കളികൾ കണ്ടിട്ടുണ്ട്. Every Sunday is watching soccer match. I am also watching. എല്ലാ ഞായറാഴ്ച ദിവസം എന്റെ മോൻ ഇങ്ങനെ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും മോന്റെ കൂടെ ഇരുന്ന്. So when I saw the children playing here, I immediately noticed how much talent they have. അതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾ കളിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി എത്ര കഴിവുള്ളവരാണ് ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെന്ന്. They are tough and fast and aggressive. അവര് ഭയങ്കര കരുത്തുള്ളവരാണ്, ഭയങ്കര വേഗമുള്ളവരാണ്, ആക്രമണോത്സുകതയോടുകൂടി കളിക്കുന്നവരാണ് ഇവിടെയുള്ള കുട്ടികൾ. So why are they not being provided with the best facilities in the world? എന്തുകൊണ്ടാണ് അവർക്ക് ലോകത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും മികച്ച സൗകര്യങ്ങൾ അവർക്ക് കിട്ടാത്തത്? Because the politics is going all wrong. കാരണം നമ്മുടെ രാഷ്ട്രീയം തെറ്റായി പോകുന്നത് കൊണ്ടാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടാത്തത്. Because the people who are in power today think that they can stay in power by talking about things that divide you, by spreading poison within you, by making you fight with one another. And every election they try to prove the same thing. കാരണം ഇന്ന് അധികാരത്തിലിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നു അവർക്ക് നിങ്ങളുടെ ഇടയിൽ വിദ്വേഷം വളർത്തി, നിങ്ങളുടെ ഇടയിൽ വിഷം നിറച്ച് അവർക്ക് അധികാരത്തിൽ ഇരിക്കാമെന്ന് അവർ കരുതുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇവർ അത് തന്നെയാണ് വീണ്ടും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Sisters and brothers, I have been watching politics and politicians for all of my life. എന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരെയും എന്റെ ജീവിതകാലം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. It may be the first time I am standing for election, but for 35 years since the age of 17, I have been campaigning in elections. I have been watching politicians of all parties and I know them very well. നിങ്ങൾക്കറിയാവോ, ഒരു പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഇലക്ഷന് നിൽക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 35 വർഷങ്ങളായി 17ാമത്തെ വയസ്സ് മുതൽ ഞാൻ എല്ലാ പാർട്ടിയിലുമുള്ള രാഷ്ട്രീയക്കാരെയും കൃത്യമായി നിരീക്ഷിക്കുന്ന ആളാണ്. എനിക്ക് രാഷ്ട്രീയക്കാരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. And I will tell you what is the worst thing to do for the public. എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. If somebody who has power understands that he can keep that power by distracting you and he does not need to be answerable to you for the problems that you have, he does not need to serve you, he simply needs to distract you, talk about religion, talk about caste, and he will stay in power. That is the worst thing you can do. നിങ്ങൾക്കറിയാമോ, അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെന്ന് ചർച്ച ചെയ്യാതെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു മാറ്റി നിങ്ങളെ വിഭജിപ്പിച്ച് അധികാരത്തിലിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അങ്ങനെ അധികാരത്തിലിരിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും മോശമായ കാര്യം അതാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. While I was working in UP one day, I went into a lady's house. ഞാൻ യുപിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം പോയി. She had nothing. ഒന്നും ഉണ്ടായിരുന്നില്ല ആ സ്ത്രീക്ക്, except her 3 little children. ആ 3 കുട്ടികളല്ലാതെ, ചെറിയ കുഞ്ഞുങ്ങളല്ലാതെ ആ സ്ത്രീക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. There was a tap in her house but no water. അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ഒരു ടാപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ടാപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. There was an electricity pole, no wires, no electricity. അവിടെ അതുപോലെ ഒരു വൈദ്യുത തൂണുണ്ടായിരുന്നു, പക്ഷെ അവിടെ വയറുകളില്ല, കറണ്ട് ഇല്ലായിരുന്നു. No school in her village. അവരുടെ ഗ്രാമത്തിൽ ഒരു സ്കൂളും ഇല്ല. So I asked her, who is your MLA? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ MLA ആരാണ്? And she said so and so. അന്ന് അവർ പറഞ്ഞു, ഈ ആളാണ് ഞങ്ങളുടെ MLA. So I said, who are you going to vote for this time? അപ്പൊ എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നത്? She said, I am going to vote for him. അപ്പൊ അവർ എന്നോട് മറുപടി പറഞ്ഞു, അതേ ആളിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. I said, but he hasn't done anything for you. ഞാൻ ചോദിച്ചു, പക്ഷെ ആ ആള് നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. I said, does he come here? ഞാൻ ചോദിച്ചു, അയാൾ നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ? She said, no. ഇല്ല, വരാറില്ല. I am voting for him because of what he says about my religion. I like it. I am voting for him. ആ സ്ത്രീ പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അയാൾ എന്റെ മതത്തെ പറ്റി സംസാരിക്കുന്നു, അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആളിന് വോട്ട് ചെയ്യാൻ പോകുന്നതാണ് ആ സ്ത്രീ പറഞ്ഞത്. So I said, very good. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം. You continue like this. You have ruined his habit.
നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ പിന്തുണച്ചത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കൂടി നിങ്ങൾ മാറ്റിക്കളയൂ. If your child does something wrong, you scold them, you slap them, maybe you teach them that what they are doing is wrong. നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ വഴക്ക് പറയും, ചിലപ്പോൾ ഒരു അടി കൊടുക്കും, എന്നിട്ട് കുട്ടിയോട് പറയും നിങ്ങൾ ചെയ്യുന്നത് മോനെ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയും. You don't let the child's habits get spoiled. നമ്മുടെ കുട്ടിയുടെ സ്വഭാവം തെറ്റായി പോവാൻ നശിച്ചു പോവാൻ നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാറില്ല. All the mothers here will tell you. ഇവിടെയുള്ള എല്ലാ അമ്മമാരും നിങ്ങളോട് അത് പറയും. Why are you spoiling this politician's habits? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഇങ്ങനെ പോകാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത്? എന്തിനാണ്? No. He represents you. രാഷ്ട്രീയക്കാരെ പ്രതിദാനം ചെയ്യുന്ന നിങ്ങളെയാണ്. His job is to provide you the drinking water, the road, the hospital, the facility. നിങ്ങൾക്ക് കുടിവെള്ളം, നിങ്ങൾക്ക് റോഡ്, നിങ്ങൾക്ക് ആശുപത്രി, നിങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകുക എന്നത് രാഷ്ട്രീയക്കാരുടെ ജോലിയാണ്. He has a government in the center, he has a government in the state. അവർക്ക് കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, അദ്ദേഹത്തിന് സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട്. And you have nothing. നിങ്ങൾക്കൊന്നുമില്ല. So that is how the politics of our country is going completely wrong. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് തെറ്റായ ഒരു രീതിയിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. Those who represent you have one job. നിങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആളുകൾക്ക് ഒറ്റ ഒരു ജോലിയാണുള്ളത്. To uphold the values of the Constitution of India and to serve you day and night. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാത്രിയും പകലും ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്ന സേവിക്കുക എന്ന ഒരേ ഒരു ജോലിയാണ് രാഷ്ട്രീയക്കാർക്കുള്ളത്. I ask you, people of Wayanad, just as you have done in the past when you elected my brother, vote for the right kind of politics. എന്റെ ഇവിടുത്തെ സഹോദരി സഹോദരന്മാരോട് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ സഹോദരന് വേണ്ടി വോട്ട് ചെയ്തതുപോലെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ശരിയായ രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്യുക എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. For me, this love that you give me is the greatest honor I can ever receive. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. Each one of you for me is a responsibility. ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉത്തരവാദിത്തമാണ്. Each one of you is a duty. നിങ്ങൾ ഓരോരുത്തരും എന്റെ കടമയാണ്. Each one of you is a symbol of what is right in this nation. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഈ ദേശത്ത് എന്തൊക്കെ ശരിയായിട്ടുണ്ടോ അതിന്റെ എല്ലാം പ്രതീകമാണ് നിങ്ങൾ ഓരോരുത്തരും. Because you have always stood for unity, you have stood for the right kind of politics. കാരണം നിങ്ങൾ എല്ലാ കാലത്തും ഐക്യത്തിന് വേണ്ടിയും ശരിയായിട്ടുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയും നിന്നിട്ടുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. If you give me the honor to become your representative in parliament, I will not let you down. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ പ്രതിനിധിയായ ഇന്ത്യൻ പാർലമെന്റിൽ പോകാനുള്ള ഒരു ആദരവ് നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. I will reach out to as many of you as I can. I will come to as many houses of yours as I can, to as many families. I will understand what your problems are. I will work hard to resolve them, and I will stand side by side with you in your pain, in your suffering, in your happiness, and through your struggles. എനിക്ക് പറ്റുന്നിടത്തോളം ആളുകളെ എനിക്ക് വന്ന് നേരിൽ കാരണം, എനിക്ക് പറ്റുന്നിടത്തോളം നിങ്ങളുടെ വീടുകളിൽ വരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും തോളോട് തോൾ ചേർന്ന് നിന്ന് എനിക്ക് പ്രവർത്തിക്കണം. And I am so sorry that I have given you such a long lecture when it is raining so much and you are all getting wet. അയ്യോ, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇത്രയും വലിയൊരു പ്രഭാഷണം പോലെ നിങ്ങൾ ഈ മഴയത്ത് നനഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ അത് തരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. So please quickly go home now and dry up. And I will be back. We will meet again. And I thank you deeply from the deepest part in my heart for all the love you've given me. നിങ്ങൾ മഴ നനഞ്ഞു നിൽക്കുകയാണ്, അതുകൊണ്ട് വീട്ടിൽ വേഗം പോയി ഉണങ്ങി വൃത്തിയാക്കി എടുക്കണം, ഉണങ്ങണം. ഞാൻ പെട്ടെന്ന് വേഗം ഇവിടെ തിരിച്ചു വരും. ഉള്ളിൽ നിന്ന് എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു. നന്ദി. And thank you for all the UDF colleagues of mine who are on stage here with me today also. ഇന്ന് എന്നോടൊപ്പം ഈ വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി.